നോക്കൂ, രണ്ട് ബോക്സുകളിലായി നമ്മൾ കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഒരു രാത്രിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള രണ്ട് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു രാത്രി കൊണ്ട് സർവ്വതുമില്ലാതായി പോയിട്ടുള്ള ചൂരൽമല എന്ന ഗ്രാമമാണ് നമ്മൾ കാണുന്നത്. ആ ഗ്രാമത്തിനെ അത്രമേൽ ഭംഗിയാക്കി അതിനിടയിലൂടെ അരുവി കണക്കെ ഒഴുകിക്കൊണ്ടിരുന്ന നദി, അതേ നദി ആ ഗ്രാമം മുഴുവൻ നദിയും മണ്ണും വെള്ളവും എല്ലാം ചേർന്ന് ആ ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങിയ കാഴ്ച, ഒരു ദുരന്ത ഭൂമിയാക്കി, ശ്മശാന ഭൂമിയാക്കി ആ മണ്ണിനെ, ആ ഗ്രാമത്തെ തീർത്ത കാഴ്ച, അതാണ് രണ്ട് ബോക്സുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പും കുളിർമയും ഒക്കെയായി തെളിഞ്ഞു നിന്ന് കാണുമ്പോൾ തന്നെ വശ്യതയോടെ നമ്മളെയൊക്കെ വശ്യമായി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അതേ ഭൂമിക പിന്നീട് ഒന്നുമല്ലാതായി, മനുഷ്യനില്ലാതെ ജീവനറ്റ മൃതശരീരങ്ങൾ, ഒപ്പം തന്നെ പക്ഷിമൃഗാദികളും ഒക്കെയായി കിടക്കുന്ന, ഒന്നുമല്ലാതായി കിടക്കുന്ന, കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഭീതിതമായിട്ടുള്ള ഒരു ദുരന്ത ഭൂമിയായി മാറുന്ന കാഴ്ച ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇതൊക്കെയും സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരൊറ്റ രാത്രി പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ എന്തുമാത്രം വലിയ ദുരന്തമാണ് ഉണ്ടായത്, എത്രമാത്രം ജീവനുകളാണ് നഷ്ടമായത്. ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് നമ്മുടെ കൺമുന്നിലൂടെ നടന്ന് സംഭവിച്ചതെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ടില്ല. നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ 2018 വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിനോളമാണ്, അല്ലെങ്കിൽ ആ കണക്കുകളും മറികടന്നിരിക്കുന്നു. അതുവരെ ഉണ്ടായ പല ഉരുൾപൊട്ടലുകളിലും നമുക്ക് നഷ്ടമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ജീവനുകളിലേക്കാൾ ഇരട്ടി അധികമായിരിക്കുന്നു ഈ ഒറ്റ ദുരന്തം കൊണ്ട്. ഒരൊറ്റ രാത്രിയിൽ പൊലിഞ്ഞുപോയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ആളുകളാണ്. അവരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒന്നുമല്ലാതായി പോയിരിക്കുന്നത്. കുറേ ആളുകൾ അതിന് ബാക്കി പത്രമായി ഇപ്പോഴും ജീവിക്കുന്നു. ഇങ്ങനൊരു ഭൂമിയും പേര് മാത്രം അവശേഷിക്കുന്ന രീതിയിൽ ഭൂപടത്തിലില്ലാത്ത തരത്തിലേക്ക് ഒരു ഭൂമി മാത്രം അവിടെയുണ്ട്. അതേ സമയത്ത് തന്നെ ആരുമില്ലാതെ ഒരൊറ്റ രാത്രിയിൽ അനാഥരായി പോയിട്ടുള്ള കുറേ മനുഷ്യന്മാരും, അവരെ ചേർത്ത് പിടിക്കുകയാണ് ഇന്ന് കേരളമാകെയും. കേരളം ഒരുമിച്ച് പക്ഷേ എങ്കിൽ പോലും ഒന്നും പരിഹാരമാകുന്നില്ല, പകരമാകുന്നില്ലെന്നുള്ളത് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.